ഇന്ന് വേൾഡ് മെഡിറ്റേഷൻ ദിനം. ധ്യാനത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ഡിസംബർ 21 ലോക ധ്യാന ദിനമായി പ്രഖ്യാപിച്ചത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനുള്ള എല്ലാവരുടെയും അവകാശത്തെയാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നത്. നമസ്തേ. ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ലോകമെമ്പാടും. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി മെഡിറ്റേഷന്റെ പ്രാധാന്യം റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് 21 ഡിസംബർ. ലോകത്തുള്ള എല്ലാവരും അറിയണം, ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഫലങ്ങൾ, ഈ ധ്യാനത്തിൽ നിന്നും കിട്ടുന്ന ഫലം എല്ലാവർക്കും ആക്സസിബിൾ ആവണം എന്നുള്ള ഒരു സങ്കല്പം വെച്ചുകൊണ്ടാണ് വേൾഡ് മെഡിറ്റേഷൻ ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഭാരതത്തില് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ മെഡിറ്റേഷനെ പറ്റിയിട്ട് നമ്മൾക്ക് പലവർക്കും പല തോട്ട്സും കാണാം, പല പെർസെപ്ഷനും കാണാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് ആത്മ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്, എൻലൈറ്റൻമെന്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് എന്താണ്, ഞാൻ എന്താണ് എന്നുള്ള ആ തേടുന്ന ഒരു ഉത്തരം കിട്ടാനാണ് ആൾക്കാർ ധ്യാനത്തിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ലോകം ഇപ്പോൾ ഇരിക്കുന്ന ആ ഘട്ടത്തില് സ്ട്രെസ്, ടെൻഷൻ, ഇങ്ങനെ ഒരുപാട് മെന്റൽ ചാലഞ്ചസിൽ കൂടി നമ്മൾ എല്ലാവരും കടന്നുകൊണ്ട് പോവുകയാണ്. മുതിർന്നവര് മാത്രമല്ല ഇത് ഫേസ് ചെയ്യുന്നത്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പൊ സ്ട്രെസ് എന്താന്ന് അവർക്കറിയാം. അപ്പൊ സ്ട്രെസ്സിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും ഒരു മോചനം ആണ് ധ്യാനം നൽകുന്നത്, ഒരു സാന്ത്വനം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം സ്ട്രെസ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാടാണ്. ഡിപ്രഷൻ ഒരുപാട് നമ്മൾ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ അത് സൂയിസൈഡൽ ടെൻഡൻസി ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അതേപോലെ ഒന്നെങ്കിൽ ആൾക്കാർ ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അഗ്രഷനിലേക്ക് പോവുകയാണ്, വയലൻസ്, മറ്റുള്ളവരെ ഇൽട്രീറ്റ് ചെയ്യുക, അബ്യൂസ് ചെയ്യുക, വയലന്റ് ടെൻഡൻസി ഉണ്ടാവുക. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എന്നാൽ ഇതിനൊരു പ്രതിവിധി ഉണ്ട്, അതാണ് ധ്യാനം. നേരത്തെ പറഞ്ഞ പോലെ ധ്യാനം എന്ന് പറഞ്ഞാൽ 65 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സോ ഇനി എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ലക്ഷറി അല്ല ഇപ്പോൾ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ. വെദർ യു ആർ എ സ്റ്റുഡൻറ്, നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ വർക്കിംഗ് പേഴ്സൺ ആണെങ്കിലും, ബിസിനസ് നടത്തുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ എല്ലാം ജീവിതം മുഴുവനും തൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി വരണം എന്ന് വിചാരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിലും, this is a tool to manage your mind. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ മനസ്സിനെ ഒരു സന്തുലതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിദ്യ തന്നെയാണ് മെഡിറ്റേഷൻ. പലരും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയും. എന്നാൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയല്ല, മെഡിറ്റേഷനിൽ നിന്നും വരുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഏകാഗ്രത. ഫോക്കസ്, അറ്റൻഷൻ സ്പാൻ, ഇതെല്ലാം ഇംപ്രൂവ് ആവുന്നുണ്ട്. പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്, എനർജി നല്ലോണം ഉയർന്നു വരുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോൾ? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ 21 തീയതി, ഡിസംബർ 21 തീയതി വൈകുന്നേരം 8 മണിക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 8 മണിക്ക് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ട് ലൈവായിട്ട് മെഡിറ്റേഷന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് യൂട്യൂബ് ലിങ്കിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉന്മേഷം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശാന്തത വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ജോയിൻ ചെയ്യുക. ശ്രീ ശ്രീ രവിശങ്കർ ജി അദ്ദേഹത്തെ ജോയിൻ ചെയ്യുക. ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ദ വേൾഡ് മെഡിറ്റേറ്റ്സ് വിത്ത് ഗുരുദേവ്, മേക്ക് ഷുവർ യു മെഡിറ്റേറ്റ് വിത്ത് ഹിം. ലോകം മുഴുവനും ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജി ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാണ്. നിങ്ങളും അതിനോടൊപ്പം ഉണ്ടാവണം. ഒരു സന്തോഷമായ ഒരു ജീവിതത്തിലേക്ക്
നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. വേൾഡ് മെഡിറ്റേഷൻ ഡേയിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം.